അപ്പൊ സഹോദരങ്ങളെ പറഞ്ഞു വരുന്നത്, ഈ 7 കാര്യങ്ങൾ ഇവിടെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഈ 7-ൽ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ ഉണ്ടാവൂലേ? ഈ 7-ൽ ഒന്നിൽ നമ്മൾ ഉണ്ട് എന്നുള്ളത് തീർച്ചയാണ്. ഒന്ന് ശിർക്ക് ചെയ്യുന്ന ആളുകളാണ്, രണ്ടാമത്തേത് ബിദഅത്ത് ചെയ്യുന്ന ആളുകളാണ്, മൂന്നാമത്തേത് കബായിറുകൾ വൻപാപങ്ങൾ ചെയ്യുന്ന ആളുകളാണ്, നാലാമത്തേത് സ്വഗായിറുകൾ ചെയ്യുന്ന ചെറുപാപങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. ഈ 4ഉം ഹറാമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ 4ഉം നരകത്തിലേക്ക് ആളുകളെ എത്തിക്കുന്ന വിഷയങ്ങളാണ്. ഇതിൽ നമ്മൾ ഉണ്ട് എങ്കിൽ സഹോദരങ്ങളെ, ആ വിഷയത്തെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കി അതിൽ നിന്ന് തടി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. പരലോകത്ത് വലിയ വിനയാകും ഇതെല്ലാം. ബാക്കി പറഞ്ഞതോ സ്വർഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാ, പക്ഷെ അതിൽ ദറജകൾ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാക്കുന്നതാ. മുബാഹാത്തുകളിൽ ബിസിയാകുന്ന ആളുകളാണോ നമ്മൾ? ആ 4ഉം ചെയ്യാതെ. അതുപോലെ തന്നെ നന്മ നമ്മൾ തെരഞ്ഞെടുക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രതിഫലമുള്ളതും ചെറിയതും അതൊക്കെ അതിൻ്റെ ഔലവിയാത്തൊക്കെ നോക്കി നമ്മൾ അത് തെരഞ്ഞെടുക്കാൻ വേണ്ടി സാധിക്കുന്ന ആളുകളാണോ നമ്മൾ? അതുപോലെ തന്നെ 7-മത്തത് ശത്രുക്കളൊക്കെ നമുക്കെതിരെ വരുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കളായിട്ട് ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ. സഹോദരങ്ങൾ, നമ്മൾ ആലോചിക്കുക, എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്? ശിർക്ക് ചെയ്യുന്നില്ല, ബിദ്അത്ത് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മളെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ സഹോദരങ്ങളെ, കബായിറുകളെ തൊട്ട് വൻപാപങ്ങളെ തൊട്ട് എന്താ നമ്മളുടെ അവസ്ഥ? അത് തൗബ ചെയ്തിട്ട് പരലോകത്തെക്കുറിച്ച് യഥാർത്ഥ രൂപത്തിൽ നമ്മൾ ഓർമ്മിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങേണ്ട ഒരു മാസത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഇല്ല എങ്കിൽ ശൈത്താൻ നമ്മളെ പിടികൂടിയിട്ടുണ്ട് എന്നാണ്. അതുപോലെ തന്നെ സഹായറുകൾ, ചെറുപാപങ്ങൾ, വലുതുമാകട്ടെ ചെറുതുമാകട്ടെ, ആ പാപങ്ങളെക്കുറിച്ചൊക്കെ പേടിച്ചുകൊണ്ട് പരലോകം മറക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വിഷയത്തിൽ നാളെ ചോദ്യം ചോദിക്കുമെന്നുള്ള ഒരു പേടിയോട് കൂടിയിട്ട് ജീവിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അത് സാധിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ വിജയിച്ചു. ഇല്ല എങ്കിൽ നമ്മൾ ഇന്ന് സ്വയം വിചാരണ ചെയ്യണം. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതിലാണ് നമ്മൾ ഉള്ളത്, ഇതിൽ പറഞ്ഞ ഏത് ഗ്രേഡിലാണ് നമ്മൾ ഉള്ളത് എന്നത്, ഈ 7 കാര്യങ്ങളിൽ എവിടെയാ ഉള്ളത് എന്ന് നമ്മൾ പരിശോധിക്കണം. അതിൽ പറഞ്ഞ ആ 7-മത്തെയും 6-മത്തെയും ഒക്കെ കാര്യങ്ങളിലേക്ക് ഉൾപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കണം എന്നുള്ളതാണ്. അതിന് ഉപകാരപ്പെടുന്ന ഒന്നാ സഹോദരങ്ങളെ പരലോക ബോധം എന്ന് പറയുന്നത്. പരലോക ബോധമുണ്ട് എങ്കിൽ മാത്രമാണ് ഒരു വ്യക്തിക്ക് നന്നാകാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയാൻ കാരണം അതാണ്. ആ ബോധത്തെ തൊട്ട് വിസ്മരിപ്പിച്ച് കളയുന്ന ഏക എതിരാളി എന്ന് പറയുന്നത് ശൈത്താനാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു വിഷയമാണ്. ആ പിശാചിന്റെ പ്രവർത്തനങ്ങളെ തൊട്ട് നമ്മൾ അശ്രദ്ധരാണോ? ആ പിശാചി നമ്മളുടെ മനസ്സുകളിലേക്ക് ഇട്ടു തന്നിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ വഞ്ചിതരായിക്കൊണ്ട് ദുനിയാവിന് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുകയാണോ എങ്കിൽ ഇതൊന്നും വിചാരണ ചെയ്യാൻ നമ്മുടെ മനസ്സ് അനുവദിക്കൂല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾക്ക് ഇങ്ങനെ പോയാൽ മതി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. അത് പോരാ സഹോദരങ്ങളെ. നമ്മൾ പരലോകത്തിന് വേണ്ടിയിട്ട് ജീവിച്ച് യഥാർത്ഥ ജീവിതം നാളെ മരണാനന്തരമാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അവിടേക്ക് വേണ്ടിയിട്ട് പണിയെടുക്കണം. അത് കുറച്ച് പണിയുള്ള കാര്യമാണ്. അത്ര എളുപ്പത്തിൽ നമുക്ക് കിട്ടുന്ന ഒന്നല്ല സ്വർഗം. സ്വർഗം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പല ഫിത്നകളിലും അകപ്പെടുത്തി ആ ഫിത്നകളിലൂടെ നമ്മളെ പരീക്ഷിച്ച് ആ പരീക്ഷണത്തിൽ വിജയിച്ച ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് ആ സ്വർഗം എന്ന് പറയുന്നത്. അതിലകപ്പെടാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ പരിശ്രമിക്കണമെങ്കിൽ ഈ ഒരു മാസത്തിൽ നമ്മൾ സ്വയം വിചാരണക്ക് തയ്യാറാകണം.